നമസ്കാരം, ഫോട്ടോത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഈയിടെ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ഐറ്റമാണ് നമ്മൾ ഫോട്ടോ എഡിറ്റ് ചെയ്തതിൻ്റെ ബിഫോറും ആഫ്റ്ററും ഒരു കിടു വൈപ്പ് എഫക്റ്റ് ഒക്കെ കൊടുത്തിട്ട് നല്ല ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ ആഡ് ചെയ്തിട്ടുള്ള ഇൻസ്റ്റാ റീലുകൾ. ഈ എഡിറ്റ് നമുക്ക് വളരെ സിമ്പിളായിട്ട് നമ്മുടെ മൊബൈൽ ഫോൺ തന്നെ ഉപയോഗിച്ചിട്ട് വീഡിയോ എഡിറ്ററിൽ നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. നമ്മൾ ഈ എഡിറ്റിങ്ങിലോട്ട് കടക്കും മുന്നേ ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മുടെ ഇമേജിൻ്റെ ആസ്പെക്ട് റേഷ്യോ അല്ലെങ്കിൽ സൈസ്, അതായത് നമ്മുടെ ബിഫോർ ഇമേജും ആഫ്റ്റർ ഇമേജും ഒരേ സൈസിൽ ക്രോപ്പ് ചെയ്തായിരിക്കണം. അപ്പോൾ ഇത് നമുക്ക് അച്ചീവ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മൾ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് തന്നെ നമ്മൾ ക്രോപ്പ് ചെയ്യുക, എന്നിട്ട് ക്രോപ്പ് ചെയ്തൊരു വേർഷൻ സേവ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ആ ക്രോപ്പ് ചെയ്ത വേർഷനിൽ എഡിറ്റൊക്കെ അപ്ലൈ ചെയ്തതിന് ശേഷം അതിൻ്റെ ഫൈനൽ വേർഷൻ കൂടെ സേവ് ചെയ്യുക. അപ്പോൾ നമുക്ക് രണ്ട് ഇമേജും ഒരേ ആസ്പെക്ട് റേഷ്യോയിൽ ഇരിക്കും. ഇനി രണ്ടാമത് നമുക്ക് വേണ്ടത് നല്ലൊരു മ്യൂസിക്കാണ്. ഈ മ്യൂസിക്കിൻ്റെ ഒരു പ്രത്യേകത എന്തായിരിക്കണം എന്ന് വെച്ചാൽ ഒരു 15 താളത്ത് തുടങ്ങി പെട്ടെന്ന് അതിൻ്റെ മൂഡ് ഒരു ഹൈ ആവുന്ന തരത്തിലുള്ള ഒരു മ്യൂസിക് ആയിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ നമുക്ക് ആ ഒരു ട്രാൻസിഷൻ പെട്ടെന്ന് ഫീൽ ആവും. ആദ്യം നമുക്ക് നല്ലൊരു ചിത്രം പകർത്താം. ഇതാണ് നമ്മൾ എഡിറ്റ് ചെയ്യാൻ പോകുന്ന ചിത്രം. ഞാനിത് ലൈറ്റ് റൂം ഉപയോഗിച്ചിട്ടാണ് കളർ ഗ്രേഡ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾക്ക് എഡിറ്റ് ചെയ്ത് കിട്ടിയ ഫൈനൽ ഇമേജ് ഇതാണ്. ഇനി നമുക്ക് ഈ രണ്ട് ചിത്രങ്ങളും കൂടെ ചേർത്തിട്ട് ഒരു നല്ല വൈപ്പ് എഫക്റ്റ് കൊടുക്കാം. നമുക്ക് നേരെ വീഡിയോ എഡിറ്ററിലോട്ട് പോവാം. വീഡിയോ എഡിറ്റർ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ താഴെ ഒരു പ്ലസ് ബട്ടൺ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യാം, എന്നിട്ട് ന്യൂ പ്രൊജക്ട് സെലക്ട് ചെയ്യാം. ന്യൂ പ്രൊജക്ട് സെലക്ട് ചെയ്തിട്ട് നമ്മൾ അതിൽ ഫോട്ടോ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, ഫോട്ടോ സെലക്ട് ചെയ്യാം. ഇതിൽ നമ്മൾ ഇമേജ് എഡിറ്റ് ചെയ്യുന്നതിന്റെ മുന്നത്തെ ചിത്രം, അതായത് ബിഫോർ ഇമേജ് നമ്മൾ ആദ്യം സെലക്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മുടെ ഇമേജ് വന്നു. ഇനി നമുക്ക് ആദ്യം നമ്മൾ ഇതൊരു ഇൻസ്റ്റാ റീലാണ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളതുകൊണ്ട് നമുക്ക് ഇതിന്റെ ആസ്പെക്ട് റേഷ്യോ ആദ്യം സെലക്ട് ചെയ്യണം. അപ്പൊ നമ്മൾ ടോപ്പിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 9:60 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആസ്പെക്ട് റേഷ്യോ ആണ്, അത് സെലക്ട് ചെയ്യാം. അപ്പൊ നമ്മുടെ ഇമേജ് അതിനനുസരിച്ച് സെറ്റ് ആയിട്ടുണ്ടാവും. ഇനി നമുക്ക് ഇവിടെ താഴത്തെ നമ്മുടെ ലെയറിന്റെ ഏറ്റവും അവസാനം വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു ബ്ലാക്ക് ലെയർ കാണാം. അത് സെലക്ട് ചെയ്യാൻ നമുക്ക് ആവശ്യമില്ല, എൻഡ് ക്രെഡിറ്റ് കൊടുക്കാനുള്ളതാണ്, ഡിലീറ്റ് ചെയ്യാം. ഇനി നമുക്ക് ഈ റീൽസിന് എത്രത്തോളം ടൈം വേണമെന്നുള്ളത് സെറ്റ് ചെയ്യണം. ഇപ്പൊ ഇതിലൊരു 3-4 സെക്കൻഡ്സിന് അടുത്താണ് ഇതിന്റെ ഡ്യൂറേഷൻ ഉള്ളത്. അത് നീട്ടിയിട്ട് നമുക്കൊരു 8 to 10 സെക്കൻഡ്സ് ഒക്കെ ഈ ടൈപ്പ് റീൽസിന് ഓക്കെ ആയിരിക്കും. അപ്പൊ ഞാനൊരു ഏകദേശം ഒരു 8 സെക്കൻഡ്സിന് അടുത്ത് സെറ്റ് ചെയ്യണം. ഇനി നമുക്ക് രണ്ടാമത്തെ ഇമേജ്, നമ്മുടെ ആഫ്റ്റർ ഇമേജ് എഡിറ്റ് ചെയ്തതിന് ശേഷമുള്ള ഇമേജ് നമുക്ക് ഇതിലോട്ട് ഇൻസേർട്ട് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ താഴത്തെ ലെയറിന്റെ തൊട്ട് മുകളിൽ നമുക്കൊരു ഇമേജ് ലെയർ കാണാം. ആ ഒരു പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് നമുക്ക് വീഡിയോ ഓർ ഫോട്ടോ സെലക്ട് ചെയ്യാം. എന്നിട്ട് ഫോട്ടോ സെലക്ട് ചെയ്തിട്ട് നമ്മുടെ ഫൈനൽ ഇമേജ് സെലക്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മുടെ പുതുതായിട്ട് ഇൻസേർട്ട് ചെയ്ത ഇമേജിന്റെ സൈസ് കുറച്ച് ചെറുതായിട്ടായിരിക്കും നമ്മൾ ഇവിടെ കാണുന്നത്. ഇനി നമുക്ക് സൈസ് അഡ്ജസ്റ്റ് ചെയ്യണം. സൈസ് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ താഴത്തെ ഇമേജിന്റെ അതേ പൊസിഷനിൽ തന്നെ ആയിരിക്കണം മുകളിലുള്ള ഇമേജും കറക്റ്റ് ആയിട്ട് വരേണ്ടത്. അപ്പൊ അത് നമുക്ക് കൃത്യമായിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ഈ ഇമേജിന്റെ സൈസ് ഒന്ന് കൂട്ടിയിട്ട് താഴെ നമുക്ക് ഇവിടെ ടൂൾസിൽ ഏറ്റവും എൻഡിലോട്ട് നമുക്ക് ഇവിടെ ഒരു ഒപ്പാസിറ്റി എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. എന്നിട്ട് നമുക്ക് ഒപ്പാസിറ്റി കുറച്ച് കുറയ്ക്കാം. അപ്പൊ നമുക്ക് പുറകിലുള്ള ഇമേജും കാണാൻ പറ്റും. അതിനുശേഷം നമ്മൾ ഇതിന്റെ സൈസ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് പുറകിലുള്ള ഇമേജിന്റെ അതേ പൊസിഷനിൽ കൃത്യമായിട്ട് പ്ലേസ് ചെയ്യാം. ഓക്കെ, സെറ്റ്. ഇപ്പൊ നമ്മൾ ഈ ഇമേജ് കറക്റ്റ് ആയിട്ട് വന്നിട്ടില്ലെങ്കിൽ നമ്മൾ വൈപ്പ് എഫക്റ്റ് കൊടുക്കുമ്പോൾ അതൊരു സുഖം ഉണ്ടാവില്ല. ഇനി നമുക്ക് വീണ്ടും നമ്മൾ താഴെ പോയിട്ട് ഒപ്പാസിറ്റി സെലക്ട് ചെയ്യുക, എന്നിട്ട് അത് 100 ആക്കുക. ഇനിയാണ് നമ്മൾ ഈ ചിത്രത്തിന് വൈപ്പ് എഫക്റ്റ് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ടോപ്പിലത്തെ ലെയർ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കുറേയധികം ടൂൾസുകൾ മുകളിൽ വന്ന് കാണാം. അതിൽ നമുക്ക് മോഷൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, അത് സെലക്ട് ചെയ്യാം. മോഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഏറ്റവും എൻഡിൽ ഗ്രേഡിയൻ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. ഗ്രേഡിയൻ്റ് സെലക്ട് ചെയ്യാം. അപ്പോൾ ഗ്രേഡിയൻ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടോപ്പ് ടു ബോട്ടം വൈപ്പ് ആയിരിക്കും നമ്മൾ കാണുക. ആ ഗ്രേഡിയൻറ്റിൽ നമ്മൾ ഒന്നുകൂടെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ലെഫ്റ്റ് ടു റൈറ്റ് കിട്ടും. വീണ്ടും സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ബോട്ടം ടു ടോപ്പ് കിട്ടും. അപ്പോൾ നമുക്ക് ഇതിൽ വേണ്ടത് ഏത് സ്റ്റൈലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചൂസ് ചെയ്യാം. അപ്പോൾ ഇതിൽ ഏറ്റവും നല്ലത് എനിക്ക് തോന്നുന്നത് ലെഫ്റ്റ് ടു റൈറ്റ് വൈപ്പ് ആയിരിക്കും ഏറ്റവും രസമായിട്ടുണ്ടാവുക. ഇനി നമുക്ക് ഇപ്പോൾ ഈ വൈപ്പ് വളരെ പെട്ടെന്ന് തീർന്നു പോകുന്നുണ്ട് അല്ലേ, അത് നമുക്ക് കുറച്ചുകൂടെ ടൈം കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ഇവിടെ താഴെ ഡ്യൂറേഷൻ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ നമുക്ക് ഡ്യൂറേഷൻ മാക്സിമം ആക്കി വെക്കാം, 1.5 സെക്കൻഡ്സ് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു വൈപ്പ് എഫക്റ്റ് നമുക്ക് അവിടെ കാണാം. അതിനുശേഷം നമുക്ക് ഇവിടെ താഴെ ടിക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ എഡിറ്റിംഗ് കഴിഞ്ഞിട്ടില്ല. ആക്ച്വലി ഈ വീഡിയോൻ്റെ സ്റ്റൈൽ വരുന്നത് ശരിക്കും ആ മ്യൂസിക്കിൻ്റെ ട്രാൻസിഷനിൽ ഈ എഫക്റ്റ് വരുമ്പോഴാണ്. അപ്പോൾ നമുക്ക് നല്ലൊരു മ്യൂസിക് ആഡ് ചെയ്യാം.
അതിന് വേണ്ടിയിട്ട് നമുക്കിവിടെ ടോപ്പിലുള്ള മ്യൂസിക് ലെയറിൽ ഒരു പ്ലസ് ബട്ടൺ കാണാം, അതിൽ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് നമുക്ക് മ്യൂസിക് സെലക്ട് ചെയ്യാം. നമ്മൾ ഓൾറെഡി സേവ് ചെയ്ത് വെച്ച ഒരു മ്യൂസിക് സെലക്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ഈ ഒരു മ്യൂസിക് ആണ് ഇതിന് യൂസ് ചെയ്യുന്നത്. ഇതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ വേവ്സ് ഇങ്ങനെ നോക്കുമ്പോൾ എവിടെയാണ് കൃത്യമായിട്ട് ട്രാൻസിഷൻ വരുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇവിടെ താഴെ ഇങ്ങനെ ചെറിയ വേവും പെട്ടെന്നൊരു വലിയ വേവ് വരുന്നില്ലേ, അതാണ് ഇതിൻ്റെ ട്രാൻസിഷൻ. ഓക്കെ, ഇനി നമുക്ക് ഈ മ്യൂസിക്കിൻ്റെ ബീറ്റ് നമുക്ക് ഒന്ന് സെറ്റ് ചെയ്യാം. അതായത് ഈ ട്രാൻസിഷൻ വരുന്ന പോയിന്റ് കൃത്യമായിട്ട് നമുക്കൊന്ന് മാർക്ക് ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ താഴെ മ്യൂസിക് ബീറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. എന്നിട്ട് നമ്മൾ പോയിട്ട് ആ ഒരു കറക്റ്റ് സ്ഥലം, അതായത് ഞാനിവിടെ ഓൾറെഡി മാർക്ക് ചെയ്തിട്ടുണ്ട്, ഇതാണ് എൻ്റെ കറക്റ്റ് ഒരു പോയിന്റ്, ട്രാൻസിഷൻ തുടങ്ങുന്ന ഒരു പോയിന്റ്. അവിടെ ഞാനൊരു ബീറ്റ് മാർക്ക് ചെയ്തു. എന്നിട്ട് ഓക്കെ കൊടുക്കാം. അപ്പോൾ സെറ്റ്. അതിനുശേഷം നമുക്കിവിടെ താഴത്തെ ടിക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഇപ്പം നമ്മുടെ ഓഡിയോ ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ആക്ച്വലി ഈ ഒരു ട്രാൻസിഷൻ ഇവിടെയാണ് തുടങ്ങേണ്ടത് അല്ലേ, നമ്മൾ ഈ ബീറ്റ് മാർക്ക് ചെയ്ത സ്ഥലത്താണ് തുടങ്ങേണ്ടത്. അതുവരെ നമ്മുടെ പഴയ ഇമേജ് കാണുകയാണ് വേണ്ടത്. ഈ ബീറ്റിലാണ് നമ്മുടെ ട്രാൻസിഷൻ ആരംഭിക്കുന്നത്. അപ്പോൾ നമുക്ക് എഡിറ്റ് ചെയ്ത ഇമേജിൻ്റെ ലെയർ സെലക്ട് ചെയ്തിട്ട് വളരെ കൃത്യമായിട്ട് നമുക്ക് ആ ഒരു പോയിന്റ് സ്റ്റാർട്ട് ചെയ്യുന്ന രീതിയിൽ സെറ്റ് ചെയ്യാം. അതിനുശേഷം നമ്മൾ ഈ ലെയറിൻ്റെ എൻഡ് നമ്മുടെ ടോട്ടൽ ലെങ്ത്തിൻ്റെ എൻഡ് വരെ നമുക്ക് സ്ട്രെച്ച് ചെയ്ത് വയ്ക്കാം. അത്രയേ ഉള്ളൂ. നമ്മുടെ എഡിറ്റിംഗ് കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ ഫൈനൽ വീഡിയോ കാണാം.